ഹലോ ആൾ. അപ്പോൾ ഇന്ന് ഞാനൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ, മെഡിസിൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതായത് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് മെഡിസിൻ കൊടുക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്പർ 1 എന്ന് പറയുന്നത് ടു നോ ദ മെഡിസിൻ. അതായത് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കുന്ന മെഡിസിന്റെ എക്സ്പയറി ഡേറ്റ് ഒന്ന് നോക്കുക. അതായത് ബോട്ടിലൊന്ന് അതിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കുക. അതുപോലെ ഒന്ന് മരുന്നൊന്ന് ഷെയ്ക്ക് ചെയ്യുക. ആ ഒരു ബോട്ടിലൊന്ന് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അതുപോലെ ആ ഒരു മരുന്നിന്റെ നിറം എന്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നമ്മൾ എന്തുപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് മെഡിസിൻ കൊടുക്കാൻ പോകുന്നത് എന്നാണ്. അതായത് നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ടാണോ അല്ലെങ്കിൽ മെഷറിംഗ് കപ്പ് ഉപയോഗിച്ചിട്ടാണോ സിറിഞ്ച് വെച്ചിട്ടാണോ ഡ്രോപ്പർ വെച്ചിട്ടാണോ കൊടുക്കാൻ പോകുന്നത് എന്നാണ്. ഇതിൽ ഏത് തന്നെ ഉപയോഗിച്ചാലും അതിന്റെ ആ ഒരു മെഷർമെന്റ് കറക്റ്റ് ഡോസിൽ തന്നെ നമ്മൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. വളരെ ചെറിയ കുട്ടികളാണ് അല്ലെങ്കിൽ ന്യൂ ബോൺ ആണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് സിറിഞ്ച് ഉപയോഗിച്ചിട്ടാണ് കൊടുക്കുന്നത്. സിറിഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ സിറിഞ്ച് ആ പ്ലാസ്റ്റിക് ഭാഗം മാത്രമാണ്, നീഡിൽ ഉപയോഗിക്കാൻ പാടില്ല. നീഡിലില്ലാതെ ആ ഒരു സിറിഞ്ചിൽ മാത്രം മെഡിസിൻ എടുത്തിട്ട് നമുക്ക് കറക്റ്റ് ml എടുത്തിട്ട് അതിന്റെ മെഷർമെന്റ് എടുത്ത് നമുക്ക് പതുക്കെ പതുക്കെ കുട്ടിയുടെ വായിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു കൺട്രോൾ ഉണ്ടാവും നമ്മുടെ കയ്യിൽ. വളരെ ചെറിയ കുട്ടികളിൽ ഫില്ലർ ഉപയോഗിക്കുമ്പോൾ അവർ പെട്ടെന്ന് സക്ക് ചെയ്യുമ്പോൾ ഒന്നിച്ച് ആ മരുന്ന് അവരുടെ വായിൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മരുന്നിനൊക്കെ ഒരു തരിപ്പ് ഉണ്ടാകുന്നത് കാരണം അവർക്കത് അത്രയും മരുന്ന് ഇതാവുമ്പോൾ ചിലപ്പോൾ ചില കുട്ടികൾക്ക് അത് പ്രോബ്ലം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയ കുട്ടികളിൽ, വളരെ ചെറിയ കുട്ടികളിൽ ഒരു മാസത്തിന് മുമ്പൊക്കെ ഉള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ 1-2 മാസമായ കുട്ടികൾക്ക് ഈ ഒരു സിറിഞ്ച് ഉപയോഗിച്ചിട്ടാണ് കൊടുക്കാൻ ഏറ്റവും നല്ലത്. ഇനി ടീസ്പൂൺ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ മരുന്ന് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു മെഷറിംഗ് കപ്പിൽ കറക്റ്റ് മെഡിസിൻ അളന്നെടുത്തതിന് ശേഷം മാത്രം സ്പൂണിലേക്ക് ഒഴിച്ചിട്ട് കുട്ടികളുടെ വായിലേക്ക് കൊടുക്കാവൂ. പിന്നെ നമ്മൾ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ഡ്രോപ്പർ ആണെങ്കിലും മെഷറിംഗ് കപ്പ് ആണെങ്കിലും ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രമേ കൊടുക്കാവൂ. പിന്നെ നമ്മൾ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ അവരുടെ ഏജിന് കറക്റ്റ് ആയിട്ടുള്ള, അവരുടെ ഏജിനും വെയിറ്റിനും കറക്റ്റ് ആയിട്ടുള്ള ഡോസ് മരുന്ന് തന്നെയാണ് കൊടുക്കേണ്ടത്. അതായത് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഡോസ് തന്നെ വാങ്ങിച്ചിട്ട് കൊടുക്കണം. അല്ലാണ്ട് നമ്മുടെ താഴെയുള്ള കുട്ടികളുടെ അല്ലെങ്കിൽ മൂത്ത കുട്ടികളുടെയൊക്കെ മരുന്നിന്റെ അളവിൽ വെച്ചിട്ട് നമ്മളുടെ കുട്ടികൾക്ക്, ഈ ഒരു ചെറിയ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് കറക്റ്റ് ആ ഒരു ഡോസും എത്ര ml ആണ് കൊടുക്കേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം. അതിനുശേഷം മാത്രമേ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കാവൂ. മരുന്ന് ഒരിക്കലും ജ്യൂസിലോ അല്ലെങ്കിൽ പാലിലോ ഹണിയിലൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത് കാണാറുണ്ട്. ചിലരൊക്കെ തേനിലൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മരുന്നിന്റെ ആ ഒരു എഫക്റ്റീവ്നെസ് ഇല്ലാണ്ടായി പോവും. മരുന്നിന്റെ കോൺസെൻട്രേഷൻ ലെവലൊക്കെ വ്യത്യാസം വരും. അപ്പൊ അത് കാരണം നാലാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്, ഏതൊരു പൊസിഷനിൽ കിടത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു മെഡിസിൻ കൊടുക്കേണ്ടത് എന്നാണ്. ന്യൂ ബോൺസ് ആണ് അല്ലെങ്കിൽ നമ്മുടെ കഴുത്തോ തലയോർക്കാത്ത കുട്ടികൾക്ക് നമ്മൾ കിടത്തിയിട്ടാണ് കൊടുക്കുന്നത്. കഴുത്തൊക്കെ കുറച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇരുത്തിയിട്ട് വേണം കൊടുക്കാൻ. ഒരു 6 മാസം തൊട്ട് കുട്ടികളെ ഇരുത്തിയിട്ട് വേണം കൊടുക്കാനായിട്ട്. നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ 3-4 തരം മരുന്നുകൾ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ മരുന്ന് തമ്മിൽ ഒരു അരമണിക്കൂറെങ്കിലും ഗ്യാപ്പ് വേണം. എല്ലാ മരുന്നും കൂടെ ഒരുമിച്ച് കൊടുക്കരുത്. എപ്പോഴും മരുന്ന് കൊടുക്കുമ്പോൾ ആൾവേസ് ആ ഒരു തലഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ചോക്കിങ്ങിന് ചാൻസ് ഉണ്ട് മരുന്ന്. അതുപോലെ കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും മരുന്ന് കൊടുക്കരുത്. അവരുടെ കരച്ചിൽ മാറിയതിനു ശേഷം മാത്രം കൊടുക്കുക. ഒരിക്കലും കുട്ടിക്ക് മരുന്ന് കൊടുക്കുമ്പോൾ കുട്ടിയുടെ മുഖത്തേക്ക് ഊതാനോ അല്ലെങ്കിൽ മൂക്ക് പിടിക്കുകയോ ചെയ്യരുത്. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഇനിയിപ്പോൾ ഒരു 2 വയസ്സൊക്കെ കഴിഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ തന്നെ ആ ഒരു മെഷറിംഗ് കപ്പിലാക്കിയിട്ട് കൊടുക്കുക. അവർ തന്നെ സ്വയം കുടിച്ചോളും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂണിലാക്കിയിട്ട് കൊടുക്കുക. ഒന്നിച്ചു കൊടുക്കാണ്ട് കുറച്ച് അളവിൽ കൊടുക്കുക. അപ്പോൾ അവർ തന്നെ സ്വയം കഴിച്ചോളും. പിന്നെ ഒരിക്കലും കുട്ടികളെ പേടിപ്പിക്കരുത്. മരുന്ന് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ വെക്കും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, അങ്ങനെ ഒരിക്കലും കുട്ടികളെ പേടിപ്പിക്കാൻ പാടില്ല. എപ്പോഴും ഒരു ഹാപ്പി എൻവിറോൺമെന്റിലായിരിക്കണം കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുന്നത്. അവർക്ക് നല്ല സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് വേണം അവർക്ക് മരുന്ന് കൊടുക്കാനായിട്ട്. അവരെ ഒരിക്കലും പേടിപ്പിക്കരുത്. മരുന്ന് കഴിച്ചില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും, അങ്ങനെ അവരെ ഒരിക്കലും ഭയപ്പെടുത്തരുത്. സ്ട്രോബെറി ഫ്ലേവർ ആണ് അല്ലെങ്കിൽ മാംഗോ ഫ്ലേവർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മളുടെ കൈ നന്നായിട്ട് വാഷ് ചെയ്യണം. കൈ നല്ല നീറ്റായിട്ട് ഇരിക്കണം. അതുപോലെ കുട്ടികളുടെ വായുടെ ചുറ്റുഭാഗത്തൊക്കെ മരുന്നായിട്ടുണ്ടെങ്കിൽ അത് തുടച്ചിട്ട് വായിലേക്ക് ആക്കി കൊടുക്കാൻ പാടില്ല. നമ്മുടെ വായുടെ ചുറ്റും എപ്പോഴും ജേംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൂടെ അവരുടെ വായിലേക്ക് പോവും. അപ്പോൾ ഒരിക്കലും പുറത്തു പോയ മരുന്ന് എടുത്തിട്ട് കുട്ടിയുടെ വായിലേക്ക് കൊടുക്കരുത്.
പിന്നെ ഒരാളെ വേണമെങ്കിൽ നമുക്ക് ഹെൽപ്പിന് സഹായിക്കാം, കൈയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. 2ൽ കൂടുതൽ ആൾക്കാരെ ഒരിക്കലും വിളിച്ചിട്ട് അതൊരു യുദ്ധക്കളമാക്കിയിട്ട് അങ്ങനെ കൊടുക്കരുത് മെഡിസിന്. നമുക്ക് പതുക്കെ പതുക്കെ സമയം എടുത്തിട്ട് ഒന്നിച്ച് ഇപ്പോൾ 5 ml ആണ് മരുന്ന് കൊടുക്കുകയെങ്കിൽ ഒന്നിച്ച് 5 ml കൊടുക്കേണ്ടതില്ല. ഗ്യാപ്പ് എടുത്ത് 1 ml കൊടുക്കുക, 2 ml കൊടുക്കുക. അങ്ങനെ ഒരു സമയം എടുത്തിട്ട് അവരുടെ കുട്ടികൾ ഹാപ്പി ആയിട്ട് എപ്പോഴും മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, മരുന്ന് ഏത് ഭാഗത്തേക്കാണ് കൊടുക്കേണ്ടത്, വായിൽ ഏത് ഭാഗത്തേക്കാണ് ഉറ്റിച്ചു കൊടുക്കേണ്ടത്. ഇപ്പം നമ്മൾ ഫില്ലർ ഉപയോഗിച്ചിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഒരിക്കലും നമ്മുടെ നാക്കിൻ്റെ പുറകെ ഭാഗത്തേക്കായിട്ട് കൊടുക്കരുത് മരുന്ന്. അപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് ഛർദ്ദിക്കാൻ വേണ്ടിയിട്ട് വരും. നാക്കിൻ്റെ അടിയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ കവിളിലേക്കോ പല്ലിൻ്റെ സൈഡിലേക്കോ ഒക്കെ ആക്കിയിട്ട് മരുന്ന് ഉറ്റിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ സിറിഞ്ച് ആണെന്നുണ്ടെങ്കിലും കവിളിൻ്റെ സൈഡിലേക്ക് അത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരിക്കലും വായുടെ അകത്തോട്ട്, അതായത് നാക്കിൻ്റെ പിറകിലേക്ക് ഒന്നിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോഴാണ് കുട്ടികൾ വൊമിറ്റ് ചെയ്യാനുള്ള ചാൻസ്. പിന്നെ അവർക്ക് ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി വരും. അപ്പോൾ നാവിൻ്റെ അറ്റത്തോട്ട് അല്ലെങ്കിൽ ആ ഒരു നാവിൻ്റെ അടിഭാഗത്തേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും കൂടെ ഒന്ന് റിലാക്സ് ആയിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അവർക്ക് അതിൻ്റെ ഒരു ടേസ്റ്റും അറിയാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ മെഡിസിൻ കൊടുത്ത ഉടനെ തന്നെ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. നമുക്ക് വെള്ളം വേണമെങ്കിൽ കൊടുക്കാം, ഒരല്പം വായിലെ ആ ഒരു ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് ഒരല്പം വെള്ളം കൊടുക്കാം. പക്ഷെ ഒരിക്കലും പാലോ അല്ലെങ്കിൽ ഫുഡോ അപ്പം തന്നെ കൊടുക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ കുട്ടികൾ വൊമിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനി കുട്ടികൾ വൊമിറ്റ് ചെയ്തു എന്ന് വെച്ചാൽ ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ തന്നെ അത് വൊമിറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ മെഡിസിൻ വീണ്ടും കൊടുക്കേണ്ടതാണ്, കാരണം അത് വയറ്റിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഒരിക്കലും ഇനിയിപ്പോൾ പാല് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1 മണിക്കൂർ മുമ്പായിട്ടോ അല്ലെങ്കിൽ മെഡിസിൻ കൊടുക്കുന്നതിന് ശേഷം 1 മണിക്കൂർ ശേഷം മാത്രമേ പാല് കൊടുക്കാവൂ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ മെഡിസിൻ കൊടുക്കാൻ. നമ്മൾ അയൺ മരുന്നൊക്കെയാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പല്ലിൽ ടച്ച് ആവാണ്ട് ശ്രദ്ധിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ പല്ലിലൊക്കെ കറ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അയൺ മരുന്നൊക്കെ വായിൽ ടച്ച് ആവാണ്ട് വായിൻ്റെ ഉൾഭാഗത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് കുട്ടികൾക്ക് ഈ ഒരു മരുന്ന് അലർജി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ചില ആൻറ്റിബയോട്ടിക്കിനൊക്കെ അലർജി ഉണ്ടാവാറുണ്ട്. കുട്ടികൾ അധികം അലർജി കാണാറില്ല, എന്നാലും അലർജി വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ മുമ്പ് അലർജി ഉണ്ടായിട്ടുള്ള മരുന്നാണെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്യുക, ഡോക്ടറെ അടുത്ത് പറയുക. അപ്പോൾ അലർജി ഉണ്ടോ ഇല്ല എന്ന് കൺഫേം ചെയ്തിട്ട് മാത്രമേ ആ മരുന്ന് കൊടുക്കാവൂ. പിന്നെ ചില മരുന്ന് ഡോക്ടേഴ്സ് 5 തുള്ളി അല്ലെങ്കിൽ 10 തുള്ളി എന്നൊക്കെ പറയും. അപ്പോൾ എങ്ങനെയാണ് ഈ ഡ്രോപ്സ് ആയിട്ട് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ, 5 തുള്ളി എന്ന് പറയുന്നത് നമ്മുടെ കാൽ ഫില്ലറാണ്. ഫില്ലറിലെ കാൽ ഭാഗമാണ്. അപ്പോൾ കാൽ ഭാഗം ഒന്നിച്ചെടുക്കുക. അല്ലെങ്കിൽ 10 തുള്ളി എന്ന് പറയുന്നത് അര ഫില്ലറാണ്. അപ്പോൾ അത്രയും മരുന്നെടുത്തതിന് ശേഷം കൊടുത്താൽ മതി. അല്ലാന്നെങ്കിൽ ഇങ്ങനെ ഓരോരോ തുള്ളിയാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്, അവരതിന് സമ്മതിക്കില്ല. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത്. പിന്നെ അതുപോലെ എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫില്ലറിൽ എടുക്കണം മരുന്ന്. പിന്നെ ഈ ഡ്രോപ്സും സിറപ്പും യൂസ് ചെയ്യുമ്പോൾ ഡ്രോപ്സ് കുറച്ചും കൂടി കോൺസെൻട്രേറ്റഡ് ആണ്, സിറപ്പ് ഡൈലൂട്ടഡ് ആണ്. അത് കാരണമാണ് സിറപ്പ് കുറച്ചും കൂടി അളവുള്ളത്. ഡ്രോപ്സ് എന്ന് പറയുന്നത് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതങ്ങ് പെട്ടെന്ന് ശിരസ് കയറാൻ ചാൻസ് ഉണ്ട്. പതുക്കെ കുറച്ച് കൊടുക്കുക. അതുപോലെ സ്പൂണിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും മെഷറിംഗ് കപ്പിൽ കറക്റ്റ് മെഷർമെന്റ് എടുത്ത് അളന്നതിന് ശേഷം മാത്രം സ്പൂണിലേക്ക് ഒഴിച്ചിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് നമ്മൾ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നാണ്. ആൻറ്റിബയോട്ടിക് നമ്മൾ പൊടി പോലെ മിക്സ് ചെയ്ത്, പൊടിയും വെള്ളവും മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു ആരോ മാർക്ക് ഉണ്ടല്ലോ, ആ ഒരു ആരോ മാർക്ക് മാത്രം വരെ നമ്മൾ ആ ഒരു ലിക്വിഡ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് ബോട്ടിൽ നിറയെ നമ്മൾ ലിക്വിഡ് ആഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ കറക്റ്റ് ആ ഒരു അളവിന് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിൽ യൂസ് ചെയ്യണം. എപ്പോഴും ഒരു കൂളായിട്ടുള്ള പ്ലേസിലാണ് നമ്മൾ വെക്കേണ്ടത്. അതായത് നമ്മുടെ മറ്റേ ഫ്രീസറിലല്ല വെക്കേണ്ടത്, താഴെ റെഫ്രിജറേറ്ററിലാണ് വെക്കേണ്ടത്. പിന്നെ ആൻറ്റിബയോട്ടിക് നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു 5 ഡേയ്സിനുള്ളിൽ തന്നെ അത് ഉപയോഗിക്കണം. അതിനുശേഷം നമ്മൾ ഡ്രിസ്കാർഡ് ചെയ്യുക. പിന്നെ അത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. പിന്നെ നമ്മൾ പാരസെറ്റമോൾ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ചുമയുടെ മരുന്നൊക്കെ ആണെങ്കിലും നമ്മൾ ഒരു മരുന്ന് യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു 1, 2, 3 മാസത്തിനുള്ളിൽ തന്നെ അത് യൂസ് ചെയ്യുക. അതിനുശേഷം പിന്നെ അത് യൂസ് ചെയ്യരുത്. പിന്നെ നമ്മളൊരു പുതിയ മരുന്ന് വാങ്ങിച്ചിട്ട് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മളെ വീട്ടിൽ സിബ്ലിങ്സിൻ്റെ ഒക്കെ മരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുഞ്ഞുകുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് തന്നെ വേണം മരുന്ന് കൊടുക്കാനായിട്ട്. അടുത്തതായിട്ട് ഏത് മെഡിസിൻ ആയാലും നമ്മൾ ഒരു സ്റ്റോർ ചെയ്യേണ്ടത് നല്ല കൂളായിട്ടുള്ള ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു പ്ലേസിലാണ്. ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റ് തട്ടുന്ന ഭാഗത്തോ ജനലിൻ്റെ അടുത്തൊന്നും കൊണ്ടുവെക്കരുത്. അതുപോലെ നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൈയെത്തുന്ന ഭാഗത്ത് കൊണ്ടുപോയിട്ട് വെക്കരുത്. എപ്പോഴും നന്നായിട്ട് സൂക്ഷിച്ച് വേണം വെക്കാൻ. അതൊക്കെ ഒരുപാട് ആക്സിഡൻറ്റിലേക്ക് കാരണമാവുന്നതാണ്.
അപ്പോൾ ഒരു ഡ്രൈ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇരുട്ടുള്ള ഒരു ഡാർക്ക് പ്ലേസിലാണ് എപ്പോഴും മരുന്നൊക്കെ സൂക്ഷിക്കേണ്ടത്. അതുപോലെ ആൻറ്റിബയോട്ടിക് നമ്മൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത്. ഡയറക്റ്റ് സൺലൈറ്റ് തട്ടാത്തോടത്ത് വേണം മരുന്നൊക്കെ സൂക്ഷിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ മരുന്ന് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു ടൈം നോട്ട് ചെയ്ത് വെക്കണം, എഴുതി തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചില മരുന്ന് 3 നേരം, ചില 4-5 ടൈംസ് കൊടുക്കാനുണ്ടാവും. അപ്പോൾ നമുക്ക് ഏത് ടൈമിലാണ് കൊടുത്തതെന്ന് ചിലപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അത് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ആ ഒരു ടൈം. അങ്ങനെ 6-8 മണിക്കൂർ ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ അടുത്ത മരുന്ന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ടൈം നോട്ട് ചെയ്യാനായിട്ട് എപ്പോഴും അമ്മമാർ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അമ്മമാർ എപ്പോഴും കുട്ടികൾക്ക് മെഡിസിൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.